എൻ്റെ മകള് മൃദംഗനാഥം പരിപാടിയിൽ ഇന്നലെ പങ്കെടുത്തിരുന്നു. എനിക്ക് വ്യക്തിപരമായി സ്റ്റേഡിയവും പരിസരവും ഒക്കെ അറിയുന്നത് കൊണ്ട് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ മകളെ വിട്ടത്. എറണാകുളത്തുള്ള കുട്ടികൾ അടക്കം ഇന്നലെ 1 മണി മുതൽ ഇതിന്റെ തയ്യാറെടുപ്പിലായിരുന്നു. അവരുടെ ബസ്സിൽ അവർ ഇവിടെ എത്തുകയായിരുന്നു. ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പൊ പേരന്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി കേരളം അത് തന്നെയാണ് പറയേണ്ടത്. ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും അതെല്ലാം നമ്മൾ ഈ പറയുന്ന പോലെ നൃത്ത സെന്ററുകളെ ഏത് അധ്യാപകരുടെ അടുത്തോ ആണ് നമ്മൾ അയച്ചു കൊടുത്തത്. പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. രണ്ടാമത് സ്പോൺസർഷിപ്പായി കിട്ടിയതാണ് ഇവർക്ക് സാരി. ഈ കല്യാൺ സിൽക്സ് ആണ് ഇവർക്ക് ഒരു നീല സാരി സ്പോൺസർഷിപ്പായിട്ട് കൊടുത്തത്. പിന്നെ ഇവർക്ക് ഈ കുട്ടികളുടെ ഒരുക്കം, ഇവരുടെ ആഭരണങ്ങൾ, ഇതിലെ എല്ലാ കാര്യങ്ങളും സംവിധാനങ്ങളും അവരവര് രക്ഷിതാക്കളുടെ സ്വന്തം പൈസയിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ഇവിടെ എത്തി കാണണം, അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ബുക്ക് മൈ ഷോയിലൂടെ മുകളിലെ തട്ടിൽ, അതായത് ഗാലറി സൈഡിൽ 149ഉം തൊട്ടടുത്തുകൊണ്ട് ഇരുന്നു കൊണ്ട് കാണണമെങ്കിൽ 299ഉം ആണ് ഇവർ പറഞ്ഞത്. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് ടിവിയിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായിരുന്നില്ല. പിന്നെ ഞാൻ ജീവിക്കുന്ന മണ്ഡലത്തിലെ MLA, വ്യക്തിപരമായി അറിയുന്ന ആള് ഇതുപോലുള്ള ഒരു വീഴ്ച. പിന്നെ GCDയുടെ സ്റ്റേഡിയം എന്ന് പറയുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയമാണ്. അതിന്റെ ഗാലറിയിൽ ഇങ്ങനെ ഒരു കാര്യം ചേഞ്ചസ് വരുത്തുമ്പോൾ GCDയുടെ അനുമതി വളരെ പ്രധാനമാണ്. GCDയുടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ. ഇതിന്റെ കണക്കുകളൊന്നും വിശദീകരിച്ച് പറയാമോ? എത്രയാണ് നിങ്ങളുടെ വാങ്ങിയത്? പല തുകയാണ് പറയുന്നത്. ഇല്ല, നമ്മൾ ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് ഗ്രൂപ്പായിട്ട് പോകുന്നവരോട് 3,500 രൂപയാണ് വാങ്ങിയത്. അത് രജിസ്ട്രേഷൻ ഫീ ആണോ? രജിസ്ട്രേഷൻ ഫീ ആണെന്നാണ് ഇവർ പറഞ്ഞത്. റെസിപ്റ്റ് ഒന്നും തന്നിരുന്നില്ല. വസ്ത്രം ഫ്രീ ആയിട്ടാണെന്നാണ് പറഞ്ഞത്. ഇതില് ഫ്രീ ആയിട്ടാണോ കിട്ടിയത്? നമുക്ക് സാരി സ്കൂളിൽ നിന്ന് തരുമായിരുന്നു. ഡാൻസ് സ്കൂളിൽ നിന്നാണോ? അതെ അതെ. സ്റ്റിച്ച് ചെയ്യേണ്ടത് നിങ്ങളായിരുന്നു? ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. 2,000ഉം 1,600ഉം ആയിട്ടാണ് അവർ വാങ്ങിയത്. 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടാവാം. കാര്യം ഇപ്പൊ എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഡാൻസ് സ്കൂൾ ആയതുകൊണ്ട് ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നു. അവരെന്നോട് ഇങ്ങനെയാണ് പൈസ വാങ്ങിയത്. വസ്ത്രത്തിനുള്ള തുക എന്നാണോ പറഞ്ഞത്? 3,500 എന്തിനുള്ള തുക? വസ്ത്രം കൃത്യമായി അവർ പറഞ്ഞത് കല്യാൺ സിൽക്സ് തരുന്നു എന്നാണ് പറഞ്ഞത്. സാരി രജിസ്ട്രേഷൻ ഫീസ് ആണ് 2,000 എന്ന് പറഞ്ഞാണ്. നമ്മളത് മാസങ്ങൾക്ക് മുമ്പേ, ഇതിപ്പോ ഇന്നലെയോ ഇന്നോ കൊടുത്തതല്ല, മാസങ്ങൾക്ക് മുമ്പ് 2,000 കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മേക്കപ്പ് കാര്യങ്ങളെ ഈ കുട്ടികളെ ഇവിടെ എത്തിക്കുന്ന മാത്രമല്ല, ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ ആ ഗ്രൗണ്ടിൽ പോലും അത് കഴിഞ്ഞിരുത്തിയില്ല. കുട്ടികൾ 3-4 മണിക്കൂറാണ് ബസ്സിനുള്ളിൽ ഇരിക്കേണ്ടി വന്നത്. അപ്പൊ സുരക്ഷാ സംവിധാനങ്ങളിൽ ഞങ്ങൾ ആശങ്കയെന്ന് പറഞ്ഞാൽ ഒരു കാര്യമുള്ളത്, ഇവരെ സ്പോൺസേർഡ് പരിപാടിയാണ്, ഇവരാണ് ഒരുക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. എന്നിട്ട് വസ്ത്രത്തിന്റെ പൈസ പിന്നെ അവർ വീണ്ടും ചോദിക്കുകയും ചെയ്തു. അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ. ഇല്ല, ഇവര് മൃദംഗനാഥം എന്നാണ് ഈ പരിപാടിയുടെ പേരായിട്ട് പറഞ്ഞത്. പിന്നെ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ ഇന്നലെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഗിന്നസ് റെക്കോർഡ് ഇവര് ഉയർത്തി കാണിക്കുമ്പോഴാണ് നമ്മൾ അതിലെ പേരുകൾ പരാമർശിക്കുമ്പോൾ വ്യക്തികളുടെ പേരുകളാണ് അതിൽ എഴുതി വെച്ചിരുന്നത്. അപ്പോഴാണ് നമുക്ക് അതിശയം തോന്നുന്നത്, നമ്മൾ ഇത്രയും ചെലവഴിച്ച് എന്തിനാണ് ഈ ഒരു ഗ്രൂപ്പിന് റെക്കോർഡ് വാങ്ങി കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. ഇതിൽ എവിടെയാണ് പിഴവുകൾ? എന്തായാലും സംഘാടനത്തിൽ വലിയ പിഴവ് തന്നെ വന്നിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളിൽ. കല്യാൺ സിൽക്സ് വസ്ത്രം സ്പോൺസർ ചെയ്യുന്നല്ലേ ആദ്യം മുതലേ പറഞ്ഞു? അതെ അതെ. അപ്പൊ അതിന് പൈസ വാങ്ങരുതല്ലോ. പൈസ വാങ്ങിയിട്ടാണോ രജിസ്ട്രേഷൻ? അപ്പൊ പൈസ വേറെ ചോദിച്ചെന്തിനാ വസ്ത്രത്തിന്റെ ഉൾപ്പെടെ? സത്യത്തില് അതില് ഇപ്പൊ എനിക്കും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇപ്പൊ നമുക്കൊക്കെ അത്യാവശ്യം അവർ ഫ്രീ ആയിട്ട് തരേണ്ടതാണല്ലോ. അതെ അതെ. നിങ്ങൾക്ക് അതിന് വേണ്ടി കൂടാണ് രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ടല്ലേ അവര് 3,500 മേടിച്ചത്. അതെന്താണെന്നാണ് വാഹന ക്രമീകരണം. ഒരു കുട്ടിക്ക് നമ്മൾ ഇത്ര വെച്ചു. ഇപ്പൊ ഒരു ബസ്സിൽ കുട്ടിയുടെ കൂടെ പേരന്റ് ഉണ്ട്, പേരന്റ് വേറെ പൈസ കൊടുക്കണമായിരുന്നു. ഒന്നിനും റെസിപ്റ്റ് ഇല്ല, ഒന്നിനും. ഇതുവരെ ഒരു റെസിപ്റ്റ് നമുക്ക് മൃദംഗനാഥം എന്ന പേരിലോ മൃദംഗ വിഷൻ എന്ന പേരിലോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല.
ഞാൻ പരിശോധിച്ചപ്പോൾ ഇതെല്ലാം വ്യക്തികൾ ചില ഹോസ്പിറ്റാലിറ്റി ചില എന്താ പറയുക ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ഇതിൽ എങ്ങനെയാണ് നമ്മളോട് പണം വാങ്ങി ഇവർക്ക് വാങ്ങി ചെയ്യാനുള്ള ഒരു അധികാരം ഇവിടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അതെ അതെ അതെ, ഇവര് മേപ്പാടി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മൃദംഗ വിഷൻ എന്ന് മനസ്സിലാക്കിയത്. ഇതൊക്കെ ഇന്നലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലെത്തിയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് ഞാനടക്കമുള്ളത്. എങ്കിലും MLA-യുടെ പരിക്കിലും ആശങ്കയുണ്ട്, പ്രാർത്ഥിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മാത്രമല്ല ഇത്രയും പേര് ഇവിടെ വരുമ്പോൾ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെ ആയിരുന്നോ? ഇവരപ്പോൾ എങ്ങനെയാണ് ഇത്രയും കാര്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പരിപാടി കുഴപ്പമില്ലാതെ കഴിഞ്ഞു പോയാൽ ആരും ഇതിന്റെ പുറകെ ഇല്ലല്ലോ. MLA-ക്ക് ഒരു അപകടം പറ്റിയത് കൊണ്ടല്ലേ നിങ്ങൾ പോലും ഇത്രയും പണം വാങ്ങിയ ഒരു പരിപാടിയാണെന്ന് അറിയുന്നത്. ഇല്ലെങ്കിൽ ആരും ഇത് അറിയാൻ പോകുന്നില്ല. വലിയൊരു റെക്കോർഡ് കിട്ടിയെന്നുള്ള അഭിമാനത്തിൽ ചിലപ്പോൾ നമ്മൾ പോലും അതിനെ ആഘോഷിച്ചേക്കാം.